നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതല്ല വിഷയം. ഉമ്മൻചാണ്ടിയുടെ കൂർമ്മബുദ്ധിയെക്കുറിച്ചാണ് ചൂടേറിയ ചർച്ച. കോൺഗ്രസിന്റെ സീറ്റ് ചർച്ചകൾ നടന്ന ഡൽഹിയിലും കേരളത്തിലും AI ഗ്രൂപ്പുകൾ വീതം വയ്പാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് വടകര സീറ്റിൽ മത്സരിപ്പിക്കാൻ ഇരു ഗ്രൂപ്പുകളും ആരുടെയും പേര് പറയാതിരുന്നതും. മറ്റെല്ലാ സീറ്റുകളും വീതം വെച്ചെടുത്തപ്പോഴും വയനാടും വടകരയും തലവേദനയായി തുടരുമ്പോഴാണ് ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായ ടി സിദ്ദിഖിനു വേണ്ടി വയനാട് പിടിച്ചത്. ഇതിന്റെ പേരിൽ ഇരു ഗ്രൂപ്പുകളും പരസ്യമായി തന്നെ രംഗത്തു വരികയും ചെയ്തു. എന്നാൽ വയനാട്ടിൽ ഉമ്മൻചാണ്ടി പിടിച്ച പിടിയിൽ തന്നെ കാര്യങ്ങളെത്തി. എന്നാൽ വടകര സൊല്യൂഷൻ എന്താണെന്നായിരുന്നു അടുത്ത ചർച്ച. മുരളീധരൻ ദൈവദൂതനെ പോലെ അവതരിച്ചില്ലായിരുന്നെങ്കിൽ കേരളത്തിൽ AI ഗ്രൂപ്പുകൾ ചേർന്ന് രാഹുൽ ഗാന്ധിയെ വടകരയിൽ ഇറക്കിയനെ. വയനാട് UDFന്റെ സിറ്റിംഗ് സീറ്റാണ്. MI ഷാനവാസ് വിജയിച്ച സീറ്റിൽ അദ്ദേഹത്തിന്റെ പിൻഗാമി എന്ന നിലയിലാണ് ടി സിദ്ദിഖിനെ ഉയർത്തിക്കൊണ്ടുവന്നത്. ഇത് ഉമ്മൻചാണ്ടിയുടെ പ്രസ്റ്റീജിന് പ്രശ്നമാണെന്നും ചിലയിടങ്ങളിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ മത്സരിപ്പിക്കാനുള്ള KPCCയുടെ തീരുമാനത്തിൽ വലിയൊരു ചതി ഒളിഞ്ഞിരിപ്പുണ്ടെന്നാണ് വിലയിരുത്തുന്നത്. ഇതിൽ ഉമ്മൻചാണ്ടിയുടെ പങ്കാണ് വെളിപ്പെടേണ്ടത്. വയനാട്ടിൽ രാഹുൽ മത്സരിക്കണമെന്ന ഫോർമുല മുന്നോട്ട് വെച്ച നേതാവും ഉമ്മൻചാണ്ടി തന്നെയാണ്. സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതും വോട്ട് പിടിച്ച് പ്രചാരണം തുടങ്ങുകയും ചെയ്ത ശേഷമാണ് രാഹുൽ ഗാന്ധിയുടെ അവതാരം ഉണ്ടായിരിക്കുന്നത്. AICC അധ്യക്ഷന് കേരളത്തിൽ ഏത് സീറ്റിലും മത്സരിക്കാമെന്ന് പറഞ്ഞാൽ അത് നടപ്പാക്കി കൊടുക്കുക എന്നതായിരിക്കണം KPCCയുടെ ഉത്തരവാദിത്വം. ആ സീറ്റിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥി മാറിക്കൊടുക്കുകയും വേണം. അതേസമയം ഈ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ കണക്കുകൂട്ടലുകൾ ശരിയായാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും. ഇതുകൂടി കണ്ടാണ് വയനാട്ടിൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും KPCC ആരാഞ്ഞത്. എന്നാൽ ടി സിദ്ദിഖിനെ തേച്ചൊട്ടിച്ചു കളഞ്ഞു. 2 മണ്ഡലങ്ങളിലാണ് രാഹുൽ മത്സരിക്കുന്നത്. എന്നാൽ മാറിക്കൊടുക്കുന്ന ടി സിദ്ദിഖിന് മറ്റൊരു മണ്ഡലം കിട്ടില്ലെന്നതാണ് വാസ്തവം. രാഹുൽ ഗാന്ധിക്ക് വയനാട് മത്സരിക്കാൻ താൻ പിന്മാറുന്നുവെന്ന് ടി സിദ്ദിഖ് ഇതിനോടകം തന്നെ പ്രതികരിച്ചു കഴിഞ്ഞു. ഇത് ഏത് കോൺഗ്രസ്സുകാരനും ആഗ്രഹിക്കുന്ന അംഗീകാരം തന്നെയാണ്. തനിക്ക് അഭിമാനമാണ്. ഇതിലും വലിയ അംഗീകാരം കിട്ടാനില്ല. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വയനാട്ടിലെ ജനങ്ങൾക്ക് അനന്ത വികസന സാധ്യതകൾ തുറക്കാനുള്ള അവസരമാണ് നൽകുന്നത്. UDF പ്രവർത്തകർ വിശ്വസ്ത പ്രചാരകരായി മുന്നോട്ട് പോകുമെന്നും സിദ്ദിഖ് പറഞ്ഞു. പാർലമെന്റ് കൺവെൻഷൻ അതേപടി തുടരും. മുക്കത്ത് പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്താണ് ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുക്കുന്ന കൺവെൻഷൻ തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കണമെന്ന വയനാട്ടുകാരുടെയും UDF പ്രവർത്തകരുടെയും ആഗ്രഹം ഒരുമിച്ചുള്ള ആവശ്യം അവിടെ വെച്ച് ഉന്നയിക്കും. ഈ രാജ്യത്തിന് പ്രധാനമന്ത്രിയെ കൊടുക്കാൻ കേരളത്തിന് ലഭിക്കുന്ന സുവർണ അവസരമാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ വയനാടിന് ഉറപ്പാകുന്നത്. ഇതോടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുഴുവൻ അലയൊലികൾ ഉണ്ടാകും. പല സംസ്ഥാനങ്ങളും രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഈ ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ ഭാഗ്യം കിട്ടിയാൽ കേരളത്തിലെ വയനാട് പാർലമെന്റിനാണ്. മോദി ഭരണകൂടത്തെ താഴെയിറക്കാനുള്ള വലിയ പോരാട്ടത്തിൽ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ കൊടുക്കുമെന്ന് പറയുന്ന ഇടതുപക്ഷം രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം തീരുമാനിച്ചാൽ എതിർ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുമോ എന്നറിയാൻ ആഗ്രഹിക്കുകയാണെന്നും സിദ്ദിഖ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.